നമസ്കാരം. ഇന്ന് ഞാനൊരു ഇൻറ്റീരിയർ ഡെക്കറേഷനാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലെ ഈ ഒരു വാളാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇൻറ്റീരിയർ ഡിസൈൻ പ്രിൻസിപ്പിളൊന്നും അറിയില്ല കേട്ടോ, എന്നാലും നമ്മുടെ ഒരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്യാം. ഈ ചുമരിൽ വെക്കാനായിട്ട് എനിക്ക് 3 ഓപ്ഷൻസാണ് ഉണ്ടായത്. ഒന്ന് പെയിൻറ്റിംഗ് ആണ്, പക്ഷേ തൊട്ടടുത്തുള്ള വാളിൽ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെയുള്ളത് വെർട്ടിക്കൽ ഗാർഡൻ ആണ്, അത് അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് വെച്ചാലും വെർട്ടിക്കൽ ഗാർഡൻ വെച്ചാലും അത് റെപ്പിറ്റേഷൻ ആവും. ലാസ്റ്റ് ഓപ്ഷൻ കണ്ണാടിയാണ്. ഇവിടേക്കുള്ള കണ്ണാടി വാങ്ങിയിട്ടുണ്ട്. ആദ്യം കണ്ണാടി തൂക്കാനുള്ള അളവെടുക്കണം, എന്നിട്ട് സ്ക്രൂ പിടിപ്പിക്കണം. ഇതൊക്കെ എനിക്ക് എൻ്റെ അച്ഛനാട്ടോ ചെയ്തു തരണേ. അങ്ങനെ കണ്ണാടി ഫിറ്റ് ചെയ്തു. ഈ കണ്ണാടി ഞങ്ങൾ വാങ്ങിയത് ഇരിങ്ങാലക്കുട AKP ഹോം അപ്ലയൻസ് എന്ന കടയിൽ നിന്നാണ്. പല ഷേപ്പിലുള്ള കണ്ണാടി ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഈ വലിപ്പത്തിൽ റെക്റ്റാങ്കുലർ ഷേപ്പും പിന്നെ റൗണ്ട് ഷേപ്പുമാണ് വരുന്നത്. വാൾ ഓൾറെഡി റെക്റ്റാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പ് കണ്ണാടിയാണ് എടുത്തത്. ഇനി അടുത്തതായിട്ട് കുറച്ച് ചെടിയാണ് വെക്കണേ. ഏതൊരു സ്ഥലത്തും ചെടി വെച്ചാൽ അവിടെ ഒരു ഫ്രഷ് ഫീൽ വരും. അപ്പോൾ താഴെയായിട്ട് നമുക്ക് കുറച്ച് ചെടികൾ വെക്കാം. ചെടിച്ചട്ടി വെക്കാനുള്ള ഭാഗത്ത് ആദ്യം ഒരു മാറ്റ് ഇടുന്നുണ്ട്. ഇനി ചട്ടിയുടെ ട്രേ വെക്കാം. വൈറ്റ് ചട്ടിയാട്ടോ ഞാൻ വെക്കണേ. ഇനി അടുത്തത് ചെടി വെക്കാം. ഈ ചട്ടി മണ്ണുത്തിയിലെ വിൻസ് പ്ലാസ്റ്റിക്സ് എന്നുള്ള കടയിൽ നിന്നാണ് വാങ്ങിയിട്ടോ. 1 വർഷമായി വാങ്ങിയിട്ട്. നല്ല ചട്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചെടി അമ്മായിമനാക്ക് അഥവാ സ്നേക്ക് പ്ലാന്റ്. ഈ ചെടിയുടെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. പിന്നെ അധികം പിടിച്ചില്ലെങ്കിലും സർവൈവ് ചെയ്യും. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. ഇനി ചെയ്യേണ്ടത് എന്താ അറിയോ, വീടിൻ്റെ ഉള്ളിൽ ചെടി വെക്കുമ്പോഴേ മണ്ണിങ്ങനെ കാണുന്നത് ഒരു അഭംഗിയാണ്. അതുകൊണ്ട് കുറച്ച് പെബിൾസ് ഇടാം. പെബിൾസ് വാങ്ങിയത് റോക്ക് ആൻഡ് സാൻഡ് എന്നൊരു ഹോൾസെയിൽ കടയുണ്ട് മണ്ണുത്തിയിൽ, അവിടെ നിന്നാട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വാൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അധികം കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഒരു കണ്ണാടിയും കുറച്ച് ചെടികളും മാത്രം. പക്ഷേ ആ വാളിൻ്റെ അപ്പിയറൻസ് തന്നെ മാറിപ്പോയി അല്ലേ. വളരെ സിമ്പിളായിട്ട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ എങ്ങനെ ചെയ്യുന്നതാണ് ഇന്നിവിടെ കാണിച്ചത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം.